ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പൊണ്ണങ്കായ വെച്ചിട്ട് ഒരു അടിപൊളി വെറൈറ്റി ഒരു ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. 4 മണിക്കൊക്കെ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ക്രിസ്പിയായ ഒരു കായ സ്റ്റിക്കാണ് ഉണ്ടാക്കുന്നത്. ബനാന സ്റ്റിക്ക് എന്നും പറയും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുകയെന്ന് ഒന്ന് നോക്കിയാലോ. ഇതുപോലെ കായ പകുതി വെട്ടിയിട്ട്, ഞങ്ങളുടെ ഇവിടെയൊക്കെ പൊണ്ണങ്കായക്ക് കായ എന്നാണ് പറയുക, ചിലയിടത്തൊക്കെ പഴം അങ്ങനെ വായക്ക അങ്ങനെയൊക്കെ പറയുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ നൈസായിട്ട് സ്റ്റിക്കായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ തോലൊക്കെ ഒന്ന് കളഞ്ഞ് നീളത്തിൽ, നല്ല നീളത്തിൽ വേണമെങ്കിൽ നീളത്തിലും ഉണ്ടാക്കാം. അതുപോലെ ഇതിങ്ങനെ ഹാഫായി മുറിച്ചിട്ട് ചെറിയ സ്റ്റിക്കാക്കിയിട്ടും ഉണ്ടാക്കാം കേട്ടോ. ഞാൻ വലിയ സ്റ്റിക്കും ഉണ്ടാക്കിയിട്ടുണ്ട്, ചെറിയ സ്റ്റിക്ക് മാതിരിയും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ നീളത്തിൽ കാണാനും കുട്ടികൾക്ക് ഇങ്ങനെ വലുതായിട്ട് പിടിച്ചിട്ട് കഴിക്കുമ്പോഴൊക്കെ നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ കായൊക്കെ നമ്മൾ സ്റ്റിക്കാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇനിയൊന്ന് വാഷ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം എടുത്ത് ഒന്ന് നല്ല അമർത്തി ഞരടി കഴുകൊന്നും ചെയ്യരുത്. പതുക്കെ ഒന്നിങ്ങനെ വെള്ളത്തിലിട്ട് പതുക്കെ ഒന്ന് കഴുകിയെടുക്കാനേ പാടുള്ളൂ കേട്ടോ. നമ്മളുടെ കായയുടെ ഇങ്ങനെ കായ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അത് ഒരു ഇതുണ്ടാവില്ല. ആ സ്റ്റിക്ക് മാതിരി വലുതാക്കി നമ്മൾ ഇതാക്കിയത് അതുപോലെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് പതുക്കെ വേണം നമ്മൾ കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഒരു ബൗൾ എടുത്തിട്ട് ആ ബൗളിലേക്ക് 1 ടേബിൾ സ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം. കണ്ടോ, 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു 2-3-4 ടേബിൾ സ്പൂണ് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. 1 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതും കൂടി 3ഉം കൂടിയിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതിലേക്ക് നമ്മളുടെ ബനാന സ്റ്റിക്ക് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഇനി ഇത് നമ്മൾ കൈ വെച്ച് ഇതാക്കണ്ട, അപ്പോൾ പൊട്ടുള്ളൂ. ഒന്നിങ്ങനെ പതുക്കെ നമ്മൾ അരിയൊക്കെ ചേറില്ലേ, അതുപോലെ ഒന്നിങ്ങനെ ഇടയ്ക്ക് ഒന്ന് ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്താൽ മതി. ആ വിനാഗിരിയുടെയും ഉപ്പും ഒക്കെ നമ്മുടെ കായയിൽ നല്ല പിടിക്കട്ടെ. അത് നമ്മുടെ കായക്ക് പൊരിച്ച് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കിട്ടുക. ഇത് കടലമാവാണ് കേട്ടോ. അത് നമുക്ക് ആവശ്യത്തിനുള്ളത് എടുത്താൽ മതി. ഇത് ചിക്കൻ മസാലപ്പൊടി, പിന്നെ ഇടുന്നത് ചിക്കൻ മസാലപ്പൊടി, 1 നുള്ളുപ്പ്. നമ്മൾ അതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടല്ലോ മറ്റേ മുക്കി വെച്ചതിൽ, അത് കാരണം കൊണ്ട് ഇതിലൊരു നുള്ളുപ്പ് ഇട്ടിട്ടുണ്ട്. അതിൽ ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും, അപ്പോൾ കുറേ ഉപ്പ് വേണ്ട. ഇനി 1 നുള്ളു വെള്ളം ഒഴിച്ച് ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്ത് നല്ലൊരു ബാറ്ററാക്കി എടുക്കാം. കണ്ടോ, ഇതാണ് ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഇനി വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. അത് നല്ലവണ്ണം ഒന്ന് ഇളക്കിയിട്ട് മാറ്റി വെക്കാം. ഇനി നമ്മളുടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് റസ്ക് ഇട്ട് കൊടുത്തിട്ട് റസ്ക് പൊടി ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ കുറച്ച് ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് നമ്മളുടെ ഈ സ്റ്റിക്കൊക്കെ നമ്മളുടെ മാവിലേക്ക് ഇട്ട് കൊടുക്കാം. കടലമാവ് ബാറ്റർ ഉണ്ടാക്കിയില്ലേ, അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാത്തിലും ഒന്ന് നല്ലവണ്ണം പുരട്ടിയെടുക്കാം കേട്ടോ. നമ്മൾ ഇത് പൊട്ടിപ്പോകുന്നത് ശ്രദ്ധിക്കണം. എന്നിട്ട് അതിൽ നിന്ന് ഓരോന്നെടുത്ത് ആ മുട്ടയിൽ ടിപ്പ് ചെയ്തിട്ട് നമ്മളുടെ റസ്ക് പൊടിയിലും ഇട്ടിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. എണ്ണ നല്ലവണ്ണം ഒന്ന് ചൂടായതിന് ശേഷം നല്ല കുറഞ്ഞ തീയിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് നമുക്ക് ഇത് എന്നിട്ട് തിരിച്ചു മറിച്ചു ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. എത്ര എളുപ്പമാണ് നമ്മളുടെ ബനാന സ്റ്റിക്ക് ഉണ്ടാക്കുന്നത് എന്ന് കണ്ടില്ലേ. ഭയങ്കര ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ക്രിസ്പിയാണ്. മയോണീസും അതേമാതിരി കെച്ചപ്പിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു അടിപൊളി ഐറ്റമാണിത്. ബനാന കൊണ്ട് ഇതുപോലൊരു വെറൈറ്റിയായ ഒരു
സ്നാക്സ് നിങ്ങൾ ആരും ഇതുവരെയും കഴിച്ചിട്ടുണ്ടാവില്ല. അത്രയും സൂപ്പറാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. കുട്ടികളൊക്കെ ഇതൊരു വലിയ സ്റ്റിക്ക് പോലെ കയ്യിൽ പിടിച്ച് കറ എന്ന് കടിച്ചിട്ട് കഴിക്കുന്നത് കാണാൻ തന്നെ നമുക്ക് ഒരു ഇഷ്ടമാണ്. നമുക്ക് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അങ്ങനെയുണ്ട്. അപ്പോൾ എല്ലാവരും ഈ സ്നാക്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റുമാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള അടിപൊളി വീഡിയോകൾ നമ്മളെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ നമ്മളെ ചാനലൊക്കെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്ക്. അസ്സലാമു അലൈക്കും.